എറണാകുളം തമ്മനത്ത് വർക്ക്ഷോപ്പിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റിയ വിവരങ്ങളുമായി തമ്മനത്ത് നിന്ന് ചേരുന്നു. റിയ, എത്ര ഫയർഫോഴ്സ് എഞ്ചിനുകൾ വേണ്ടി വന്നിട്ടുണ്ട്? തീ നിയന്ത്രണ വിധേയമായോ? ദിവിഷ, തീ പൂർണ്ണമായും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അണച്ചിട്ടുണ്ട്. ഇത് തമ്മനത്തുള്ള ഒരു 2 വീലർ വർക്ക്ഷോപ്പിനാണ് തീ പിടിച്ചത്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വാഹനങ്ങളടക്കം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും വാഹനങ്ങൾ പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്യുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് ആദ്യമായി ഈ തീ ഉയരുന്നത് കണ്ടത്. അവർ പരമാവധി വെള്ളമൊക്കെ കൊണ്ടുവന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് പരാജയപ്പെടുകയായിരുന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്തി. കടവന്ത്രയിൽ നിന്നുള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയും ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ സംഭവ സമയത്ത് ഉണ്ടായിരുന്നതും ആദ്യം ഈ തീപിടുത്ത നിങ്ങൾ കാണുകയായിരുന്നു അല്ലേ? എന്താ സംഭവം? ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഈ ചേട്ടൻ്റെ ഹോട്ടലാണ്. ഞങ്ങൾ സംസാരിച്ച് വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് സ്പാർക്ക് കണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഇവർ രണ്ടാളും കൂടെ ഓടി വന്ന് അപ്പോൾ ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അതേ ചാടി. ഞങ്ങൾ ഈ ചേട്ടന്മാർ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നു പെട്ടെന്ന്. അങ്ങനെ വെള്ളം ഞങ്ങൾ പാസ് ചെയ്ത് ഒഴിക്കുക ചെയ്താൽ പിന്നെ പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്നില്ല. പിന്നെ ആ സൈഡിൽ നിന്നൊക്കെ ഓരോ വണ്ടി ഇങ്ങനെ കത്താൻ തുടങ്ങി, ഓരോ പൊട്ടാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾ വണ്ടികൾ മാക്സിമം ഞങ്ങൾക്ക് പറ്റാവുന്ന ഞങ്ങളുടെ സഹായത്തിൽ വണ്ടികൾ മാക്സിമം ഞങ്ങൾ പുറത്തേക്ക് എടുത്തു. ഒരുപാട് വണ്ടി കത്തി നശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു, ഡയല് പോയില്ലായിരുന്നു. പിന്നെ വിളിച്ചു, പിന്നെ പോലീസിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. പാലഘട്ടത്ത് ഇതെന്ന് പറഞ്ഞിട്ടാണ് വർക്ക്ഷോപ്പിന്റെ ആളാ സമയത്ത് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഇല്ല, അന്നേരം ഉണ്ടല്ലോ പൂട്ടിപ്പോയായിരുന്നു. ഗേറ്റ് പൂട്ടി കിടക്കും. ഗേറ്റ് പൂട്ടിയില്ലായിരുന്നെങ്കിൽ ഗേറ്റ് ലോക്കാൻ ഗേറ്റ് ലോക്കിങ് നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ വെള്ളമൊഴിച്ച് അങ്ങോട്ട് നമ്മൾ നിന്നപ്പോഴത്തേക്കും ഷോക്ക് അടിക്കാൻ പറ്റും. പിന്നെ ആ ചേട്ടന്മാരും വന്നു. അവരൊന്നും നോക്കാതെ ഉള്ളിലേക്ക് ചാടി കയറി, ഒന്നും നോക്കാതെ. എല്ലാവരും അറിഞ്ഞു, എല്ലാവരും പറ്റാന്ന് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് നമുക്ക് ആ പറ്റിയത്. അല്ലെങ്കിൽ ഇതിലും വലിയ എന്തെങ്കിലും സംഭവം വന്നേനെ അവിടെ. എന്തായാലും ഇത് ഈ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളുണ്ട്, ഇന്ധനമുള്ള വാഹനങ്ങളൊക്കെ അകത്തുണ്ട്. അതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ അപകടം നടന്നത്. നിരവധി വാഹനങ്ങൾ കത്തി നശിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സ് കൂടി എത്തി വേഗത്തിൽ തീ അണയ്ക്കുകയായിരുന്നു. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയും. കാരണം തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതായത് ശ്രമകര വാഹനം തീ പൂർണ്ണമായി നമ്മൾ ഏന്നണയ്ക്കും. ശരി, ഓക്കെ. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. 2 വീലർ വാഹനങ്ങൾ കൂടുതലായുള്ള വർക്ക്ഷോപ്പായിരുന്നു. എന്തായാലും പ്രദേശത്ത് നിരവധി വീടുകളൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു ആശങ്കയൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ വണ്ടി തീ പടർന്നു പിടിക്കാതിരിക്കാൻ ബക്കറ്റിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് അണയ്ക്കുന്ന തരത്തിലേക്കൊക്കെ ആദ്യം ഇടപെടലുണ്ടായി. അതെന്തായാലും ആശ്വാസകരമായി. നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു സ്പാർക്ക് കണ്ട് മുകളിലുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടുകയും ഇവിടേക്ക് വെള്ളം കൊണ്ടുവന്ന് ഇത് അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. എന്തായാലും കടവന്ത്രയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് അടക്കം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറ്റ് അപകടങ്ങളൊന്നുമില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് വർക്ക്ഷോപ്പിന്റെ ഉടമയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തീ പടർന്ന് മറ്റിടങ്ങളിലേക്ക് പിടിക്കാതിരിക്കാൻ അത് സഹായകരമായി. ശരി, കൊച്ചിയിലെ തമ്മനത്താണ് വർക്ക്ഷോപ്പിൽ തീപിടുത്തം ഉണ്ടായത്. നാട്ടുകാർ ആദ്യം തീ അണയ്ക്കാൻ ശ്രമിച്ചു, പിന്നാലെ ഫയർഫോഴ്സ് എത്തി. തീ ഇപ്പോൾ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. പക്ഷേ അറ്റകുറ്റപ്പണികൾക്കൊക്കെയായി എത്തിച്ചിരുന്ന ഒട്ടേറെ ബൈക്കുകൾ, ഇരുചക്രവാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് എണ്ണം കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീ ഇപ്പോൾ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്.